അങ്ങനെ ഞാൻ ഒരു അറബിക്കും കേക്ക് കൊടുത്തു കേട്ടോ. നാട്ടിൽ നിന്നൊക്കെ കുറച്ച് ഹിന്ദിക്കാരായ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു അറബി എൻ്റെ അടുത്ത് നിന്ന് കേക്ക് മേടിക്കുന്നുള്ളത്. ഞാൻ ഒരു അറബി കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്നുള്ളതും. ഈ ഒരു ഓർഡർ വരുന്നത് മൊറോക്കോ എന്നാണ് കേട്ടോ. ആളുടെ ഖത്തറിലുള്ള ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു കേക്ക് ആയിരുന്നു കേട്ടോ. എൻ്റെ ഇൻസ്റ്റാ പേജ് കണ്ടിട്ടാണ് ആൾ എനിക്ക് മെസ്സേജ് അയക്കുന്നതും കേക്ക് ഓർഡർ തരുന്നതും. ഓർഡർ എൻക്വയറി വന്ന സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഒരു ഓർഡർ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ളത്. കാരണം ആളുടെ ഫ്രണ്ട് കുറച്ച് ലോങ് ആയിരുന്നു ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്നും. അപ്പം എനിക്ക് അവിടേക്ക് ഡെലിവറി ചെയ്യാന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു കസ്റ്റമർ ആൾ തന്നെ ആളുടെ ഫ്രണ്ടിനെ അറേഞ്ച് ചെയ്ത് തന്നിട്ട് ഈ ഒരു കേക്ക് വന്നിട്ട് പിക്കപ്പ് ചെയ്യായിരുന്നു കേട്ടോ. ചോക്ലേറ്റ് സോൾട്ടഡ് കാരമൽ വിത്ത് റോസ്റ്റഡ് ആൽമണ്ട് ആയിരുന്നു ഈ ഒരു കേക്കിൻ്റെ ഫ്ലേവർ വന്നിരുന്നത്. അപ്പോൾ ഇതിൽ ആൾ പറഞ്ഞ പോലെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഒരു റെഡ് കളറിലായിരുന്നു ഞാൻ ആദ്യം റൈറ്റിംഗ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റെഡ് മാറ്റിയിട്ട് യെല്ലോ ഷെയ്ഡ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും മാറ്റി നമ്മൾ യെല്ലോ ഷെയ്ഡിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് കളർ വെച്ചിട്ടുള്ള റൈറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഒന്നുകൂടെ ഇഷ്ടമായത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. റെഡ് ആണോ യെല്ലോ ആണോ എന്നുള്ളത്. ഏതായാലും നമ്മളുടെ അറബി കസ്റ്റമറിന് നമ്മളുടെ കേക്ക് ഭയങ്കര ഇഷ്ടമായി എന്നുള്ള റിവ്യൂവും തന്നിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോയും ചെയ്യണേ.